26/5/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/99 മധുബൻ. പുതിയ നൂറ്റാണ്ടിൽ തൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ഫരിസ്ത സ്വരൂപത്തെ പ്രത്യക്ഷമാക്കൂ. ഇന്ന് ബാബ്ദാദ തൻ്റെ പരമാത്മാ പാലനയുടെ അധികാരികളായ കുട്ടികളെ കണ്ട് ഹർഷിതമായിക്കൊണ്ടിരിക്കുന്നു. എത്ര ഭാഗ്യവാന്മാരാണ്! സ്വയം പരമാത്മാവിൻ്റെ പാലനയിൽ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ളവർ പറയുന്നു, നമ്മളെ പരമാത്മാവാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ച് വിശേഷ ആത്മാക്കളായ താങ്കൾ പ്രാക്ടിക്കലിൽ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പരമാത്മാ പാലനയുണ്ട്, പരമാത്മാ ശ്രീമത്തുണ്ട്. ആ ശ്രീമത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു, പാലിക്കപ്പെട്ടുകൊണ്ടുമിരിക്കുന്നു. ഇങ്ങനെ സ്വയം വിശേഷ ആത്മാക്കളായി അനുഭവിക്കുന്നുണ്ടോ? തൻ്റെ മഹാനതയെ അറിയുന്നുണ്ടോ? വർത്തമാന സമയത്ത് ബ്രാഹ്മണ ആത്മാക്കൾ മഹാൻ തന്നെയാണ്. ഭാവിയിലും സർവശ്രേഷ്ഠവും മഹാനുമാണ്. ദ്വാപരയിലും താങ്കളുടെ ജഡചിത്രങ്ങൾ ഇത്രയും മഹാനാകുന്നു. ആര് തന്നെ ചിത്രങ്ങളുടെ മുന്നിൽ പോയാലും നമിക്കും. താങ്കൾക്ക് ഇത്രയും മഹാനതയുണ്ട്. ഇന്നത്തെ ദിവസം വരെയും അഥവാ ഏതെങ്കിലും ആത്മാവിനെ കൃത്രിമമായി ദേവതയാക്കിയാലും, ലക്ഷ്മി നാരായണൻ ആക്കിയാലും, ശ്രീരാമൻ ആക്കിയാലും ആ ആത്മാവ് ദേവതയുടെ പാർട്ട് അഭിനയിക്കുന്നത് വരെയും ഇത് സാധാരണ മനുഷ്യനാണ് എന്ന് ആ ആത്മാവിനെ അറിഞ്ഞാൽ പോലും ദേവതാരൂപത്തിൻ്റെ പാർട്ട് അഭിനയിക്കുമ്പോൾ ആ സാധാരണ ആത്മാവിനെയും നമിക്കും. അപ്പോൾ താങ്കളുടെ രൂപത്തിനും മഹാനതയുണ്ട്. എന്നാൽ നാമധാരി ആത്മാക്കളെപ്പോലും മഹാനായി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മഹാനത അനുഭവിക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? അഥവാ എമർജ് രൂപത്തിൽ സ്വയം അനുഭവിക്കുന്നുണ്ടോ? കാരണം മുഖ്യ ആധാരം തന്നെ അനുഭവിക്കുക എന്നതാണ്. ബാബ്ദാദ എല്ലാ കുട്ടികളെയും അനുഭവി മൂർത്തിയാക്കുന്നു. കേവലം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരല്ല, അനുഭവത്തെ ഓരോരുത്തരുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അറിയാൻ കഴിയുന്നു. പെരുമാറ്റത്തിലൂടെ തൻ്റെ അവസ്ഥയെ അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ചിന്തിക്കൂ, നമ്മുടെ പെരുമാറ്റം എന്താണ്? ബ്രാഹ്മണ പെരുമാറ്റമാണോ? ബ്രാഹ്മണൻ എന്നാൽ സദാ സമ്പന്ന ആത്മാവ്, ശക്തികൾ കൊണ്ടും സമ്പന്നം, ഗുണങ്ങൾ കൊണ്ടും സമ്പന്നം. അപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റമാണോ? ഇവർ സാധാരണമായിരുന്നിട്ടും അലൗകികമാണ് എന്ന് തൻ്റെ മുഖത്തിലൂടെ കാണപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഏവരുടെയും ദൃഷ്ടിയും വൃത്തിയും വൈബ്രേഷൻസും അലൗകികമായി അനുഭവിക്കുന്നുണ്ടോ? ലാസ്റ്റ് ജന്മം വരെയും താങ്കളുടെ ദിവ്യതയും മഹാനതയും ജഡചിത്രങ്ങളിലൂടെ പോലും അനുഭവിക്കുന്നു എന്നിരിക്കെ വർത്തമാന സമയത്ത് ചൈതന്യ ശ്രേഷ്ഠ ആത്മാക്കളിലൂടെ അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ജഡചിത്രങ്ങൾ താങ്കളുടേത് തന്നെയാണല്ലോ. അമൃതവേള മുതൽ ഓരോ പെരുമാറ്റത്തെയും ചെക്ക് ചെയ്യൂ. നമ്മുടെ ദൃഷ്ടി അലൗകികമാണോ? മുഖത്തിൻ്റെ പോസ് സദാ ഹർഷിതമാണോ? ഏകരസവും അലൗകികവുമാണോ? അതോ സമയം പ്രതി സമയം മാറിക്കൊണ്ടിരിക്കുകയാണോ? അലൗകിക സ്മൃതി അഥവാ വൃത്തി നിലനിൽക്കുന്നത് കേവലം യോഗത്തിലിരിക്കുന്ന സമയത്തോ ഏതെങ്കിലും വിശേഷ സേവനത്തിൻ്റെ സമയത്തോ ആണോ? അതോ സാധാരണ കർമ്മം ചെയ്യുമ്പോഴും മുഖവും പെരുമാറ്റവും വിശിഷ്ടമായി നിലനിൽക്കുന്നുണ്ടോ? ആരെങ്കിലും താങ്കളെ കാണുമ്പോൾ കാര്യവ്യവഹാരങ്ങളിൽ വളരെ ബിസിയായിരുന്നാലും, ഏതെങ്കിലും ചഞ്ചലതയുടെ കാര്യം മുന്നിൽ ഉണ്ടായിരുന്നാലും താങ്കളെ അലൗകികമായാണോ മനസ്സിലാക്കുന്നത്? അപ്പോൾ ചെക്ക് ചെയ്യൂ, സംസാര പെരുമാറ്റ രീതികളും മുഖവും സാധാരണ കാര്യത്തിൽ പോലും വേറിട്ടതും പ്രിയപ്പെട്ടതുമായി അനുഭവപ്പെടുന്നുണ്ടോ? ഏതൊരു സമയത്തും പെട്ടെന്ന് ഏതെങ്കിലും ആത്മാവ് താങ്കളുടെ മുന്നിൽ വരികയാണെങ്കിൽ താങ്കളുടെ വൈബ്രേഷനിലൂടെ, സംസാര പെരുമാറ്റങ്ങളിലൂടെ
ഇവർ അലൗകിക ഫരിസ്തയാണ് എന്ന് മനസ്സിലാക്കുമോ? കാരണം ഇന്നത്തെ ദിവസം സംഗമത്തിൻ്റെ ദിവസമാണ്. പഴയത് പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് നവീനത വിശ്വത്തിൻ്റെ മുന്നിൽ കാണിക്കും? ആ കാര്യം വേറെയാണ് എന്നത് ഉള്ളിൽ ഓർമ്മയുമുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. എന്നാൽ സ്ഥാപനയുടെ സമയത്തെ ചിന്തിക്കൂ. സ്ഥാപനയുടെ എത്ര സമയം കടന്നുപോയി? കഴിഞ്ഞുപോയ സമയമനുസരിച്ച് ബാക്കി എത്ര കുറച്ച് സമയമാണ് അവശേഷിക്കുന്നത്? അപ്പോൾ എന്തനുഭവം ഉണ്ടാകേണ്ടതാണ്? ബാബ്ദാദ അറിയുന്നുണ്ട്, വളരെ നല്ല നല്ല പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കുന്നു, പറന്നുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ ബാബ്ദാദ ഈ 21-ാം നൂറ്റാണ്ടിൽ നവീനത കാണുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നല്ലതാണ്, വിശേഷവുമാണ്, മഹാനുമാണ്. എന്നാൽ ബാബയുടെ പ്രത്യക്ഷതയുടെ ആധാരം ഇതാണ്. സാധാരണ കാര്യത്തിൽ ഇരിക്കുമ്പോഴും ഫരിസ്തയുടെ പെരുമാറ്റ രീതിയും അവസ്ഥയും ഉണ്ടാകണം. കാര്യം ഇങ്ങനെയായിരുന്നു, ജോലി ഇങ്ങനെയായിരുന്നു, സർക്കംസ്റ്റൻസ് ഇങ്ങനെയായിരുന്നു, സമസ്യ ഇങ്ങനെയായിരുന്നു, അതിനാൽ സാധാരണത വന്നുപോയി എന്നത് ബാബ്ദാദ കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. ഫരിസ്ത സ്വരൂപം എന്നാൽ സ്മൃതി സ്വരൂപത്തിൽ ഉണ്ടാകണം, സാകാര രൂപത്തിൽ ഉണ്ടാകണം. കേവലം മനസ്സിലാക്കുന്ന തലം വരെ പോരാ, സ്മൃതിയുടെ തലം വരെ പോരാ, സ്വരൂപത്തിൽ ഉണ്ടാകണം. ഇങ്ങനെയുള്ള പരിവർത്തനം ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അലൗകിക സ്വരൂപം അനുഭവപ്പെടണം. ഇങ്ങനെയാണോ അതോ അല്പം മാറുന്നുണ്ടോ? എങ്ങനെയുള്ള കാര്യമോ അങ്ങനെ തൻ്റെ സ്വരൂപം ആക്കാതിരിക്കൂ. കാര്യങ്ങൾ താങ്കളെ എന്തിനു മാറ്റണം? താങ്കൾ കാര്യത്തെ മാറ്റൂ. വാക്കുകൾ താങ്കളെ മാറ്റണമോ അതോ താങ്കൾ വാക്കുകളെ മാറ്റണമോ? പരിവർത്തനം എന്ന് ഏതിനെയാണ് പറയുന്നത്? പ്രാക്ടിക്കൽ ലൈഫിൻ്റെ സാമ്പിൾ എന്ന് ഏതിനെയാണ് പറയുന്നത്? എങ്ങനെയുള്ള സമയമാണോ, എങ്ങനെയുള്ള സർക്കംസ്റ്റൻസസ് ആണോ അങ്ങനെയുള്ള സ്വരൂപമാവുക എന്നത് സാധാരണ ആൾക്കാർക്കും ഉണ്ടാകുന്നു. എന്നാൽ ഫരിസ്ത എന്നതിൻ്റെ അർത്ഥമാണ് പഴയതും സാധാരണവുമായ അവസ്ഥയിൽ നിന്നും പെരുമാറ്റ രീതികളിൽ നിന്നും ഉപരി ആവുക. ഇപ്പോൾ താങ്കളുടെ ടോപ്പിക് സമയത്തിൻ്റെ ആഹ്വാനം എന്നതാണല്ലോ. അപ്പോൾ വിശേഷ മഹാൻ ആത്മാക്കളായ താങ്കളെ പ്രതി ഇപ്പോൾ സമയത്തിൻ്റെ ആഹ്വാനം ഇതാണ്. ഇപ്പോൾ ഫരിസ്ത, അതായത് അലൗകിക ജീവിതം സ്വരൂപത്തിൽ കാണപ്പെടണം. ഇത് സാധ്യമാണോ? ടീച്ചേഴ്സ് പറയൂ, സാധ്യമാണോ? എപ്പോൾ നടക്കും? സാധ്യമാണെങ്കിൽ വളരെ നല്ല കാര്യമാണല്ലോ. എപ്പോൾ നടക്കും? 1 വർഷം വേണമോ? 2000 പൂർത്തിയാകണമോ? ആരാണോ അല്പം സമയം വേണം എന്ന് മനസ്സിലാക്കുന്നത്, ശരി, 1 വർഷമല്ല, 6 മാസം, 6 മാസം അല്ലെങ്കിൽ 3 മാസം വേണമോ? ഇതിൽ കൈ ഉയർത്തുന്നില്ല. താങ്കളുടെ സ്ലോഗൻ എന്താണ്? ഓർമ്മയുണ്ടോ? ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഈ സ്ലോഗൻ ആരുടേതാണ്? ബ്രാഹ്മണരുടേതാണോ അതോ ദേവതമാരുടേതാണോ? ബ്രാഹ്മണരുടേത് തന്നെയാണല്ലോ. അപ്പോൾ ഈ പുതിയ നൂറ്റാണ്ടിൽ ബാബ്ദാദ കാണാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എന്നാൽ അലൗകികത പോകരുത്. ഇതിനുവേണ്ടി കേവലം 4 വാക്കുകളുടെ അറ്റൻഷൻ വയ്ക്കേണ്ടി വരും. അത് ഏതാണ്? ആ കാര്യം പുതിയതല്ല, പഴയതാണ്. കേവലം റിവൈസ് ചെയ്യിക്കുകയാണ്. ഒരു കാര്യമാണ് ശുഭചിന്തകൻ, രണ്ടാമത്തേത് ശുഭചിന്തനം, മൂന്നാമത്തേത് ശുഭഭാവന. ഇവർ മാറിയാൽ ഞാൻ മാറും എന്ന ഭാവനയല്ല. അവരെ പ്രതിയും ശുഭഭാവന, സ്വയം തന്നെ പ്രതിയും ശുഭഭാവന. നാലാമത്തേത് ശുഭവും ശ്രേഷ്ഠവുമായ സ്മൃതിയും സ്വരൂപവും. ഇത്രമാത്രം. ഒരു ശുഭം എന്ന വാക്ക് ഓർമ്മിക്കൂ. ഇതിൽ 4 കാര്യങ്ങളും ഉൾപ്പെടും. ഇത്രമാത്രം. നമുക്ക് എല്ലാത്തിലും ശുഭം എന്ന വാക്ക് സ്മൃതിയിൽ വയ്ക്കണം. ഇത് വളരെയധികം തവണ കേട്ടിട്ടുണ്ട്.
വളരെയധികം തവണ കേൾപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സ്വരൂപത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ അറ്റൻഷൻ വെക്കേണ്ടതുണ്ട്. ബാബ്ദാദ അറിയുന്നുണ്ട് ആകേണ്ടത് ഇവർക്ക് തന്നെയാണ്. ആരാണോ വരാൻ പോകുന്നവർ അവർ സാകാര രൂപത്തിൽ താങ്കളെ തന്നെയാണല്ലോ കാണുന്നത്. ഇന്ന് വർഷത്തിൻ്റെ അന്തിമ ദിവസമാണല്ലോ. അപ്പോൾ ബാബ്ദാദ മെജോറിറ്റി കുട്ടികളുടെയും വർഷത്തിൻ്റെ കണക്ക് നോക്കി എന്ത് കണ്ടിട്ടുണ്ടാകും? മുഖ്യമായി ഒരു കാരണം കണ്ടു. ബാബ്ദാദ കണ്ടത് ഇതാണ്: മായ്ക്കുവാനും ഉൾക്കൊള്ളാനുമുള്ള ശക്തി കുറവാണ്. മായ്ക്കുന്നുമുണ്ട്, തലക്കീഴായത് കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും കഴിഞ്ഞു പോയതും മായ്ക്കുന്നു, അതായത് ഇല്ലാതാക്കുന്നു. എന്നാൽ ഏതുപോലെ താങ്കൾ ഇത് പറയുന്നുണ്ടല്ലോ, ഒന്നാണ് കോൺഷ്യസ്, മറ്റൊന്നാണ് സബ് കോൺഷ്യസ്. മായ്ക്കുന്നുണ്ട്, പക്ഷേ മനസ്സിനെ പ്ലേറ്റ് എന്ന് പറയാം, സ്ലേറ്റ് എന്ന് പറയാം, പേപ്പർ എന്ന് പറയാം, എന്തു തന്നെ പറഞ്ഞാലും പൂർണ്ണമായും മായ്ക്കുന്നില്ല. എന്തുകൊണ്ട് മായ്ക്കാൻ സാധിക്കുന്നില്ല? അതിൻ്റെ കാരണം ഇതാണ്: ഉൾക്കൊള്ളാനുള്ള ശക്തി പവർഫുൾ അല്ല. സമയമനുസരിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു, പക്ഷേ വീണ്ടും സമയം വരുമ്പോൾ പുറത്തു വരുന്നു. അതിനാൽ ഏതൊരു 4 വാക്കുകളാണോ ബാബ്ദാദ കേൾപ്പിച്ചത് അത് സദാ തുടരുന്നില്ല. അഥവാ മനസ്സിൻ്റെ പ്ലേറ്റോ പേപ്പറോ പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടില്ല എന്ന് വിചാരിക്കൂ. പൂർണ്ണമായും മായ്ച്ചിട്ടില്ല എങ്കിൽ, അഥവാ അതിന് പകരമായി താങ്കൾ കൂടുതൽ നല്ലതായത് എഴുതാൻ ആഗ്രഹിച്ചാൽ പോലും സ്പഷ്ടമാകുമോ? പൂർണ്ണമായും മാഞ്ഞില്ലെങ്കിൽ അതിന് പകരമായി താങ്കൾ കൂടുതൽ നല്ലത് എഴുതാൻ ആഗ്രഹിച്ചാലും സ്പഷ്ടമായിരിക്കുമോ? അതിനർത്ഥം സർവഗുണങ്ങളും സർവശക്തികളും ധാരണ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സദായും ഫുൾ പെർസെൻറ്റേജിലും ഉണ്ടാകുമോ? തീർത്തും ക്ലീനുമായിരിക്കണം, ക്ലിയറുമായിരിക്കണം. അപ്പോഴാണ് ഈ ശക്തികൾ സഹജമായി കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുതന്നെയാണ്, മെജോറിറ്റിയുടെയും സ്ലേറ്റ് ക്ലിയറും ക്ലീനും അല്ല. കുറച്ചെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളോ കഴിഞ്ഞ പെരുമാറ്റമോ വ്യർത്ഥ കാര്യങ്ങളോ വ്യർത്ഥ സംസാര പെരുമാറ്റ രീതികളോ സൂക്ഷ്മരൂപത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സമയത്തിന് സാകാര രൂപത്തിൽ വന്നു പോകുന്നു. അപ്പോൾ സമയമനുസരിച്ച് ആദ്യം ചെക്ക് ചെയ്യൂ. സ്വയം തന്നെ ചെക്ക് ചെയ്യണം. മറ്റുള്ളവരെ ചെക്ക് ചെയ്യാൻ തുടങ്ങരുത്. കാരണം മറ്റുള്ളവരെ ചെക്ക് ചെയ്യുന്നത് സഹജമായി തോന്നുന്നു. സ്വയം തന്നെ ചെക്ക് ചെയ്യുന്നത് പ്രയാസമായി തോന്നുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്യണം. എൻ്റെ മനസ്സിൻ്റെ പ്ലേറ്റ് വ്യർത്ഥത്തിൽ നിന്നും കഴിഞ്ഞു പോയതിൽ നിന്നും തീർത്തും സ്വച്ഛമാണോ? ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് വൈബ്രേഷൻ്റെ രൂപത്തിൽ അവശേഷിക്കുന്നു. ഫരിഷ്ത എന്നാൽ തീർത്തും ക്ലീനും ക്ലിയറും. ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ നെഗറ്റീവിനെയും പോസിറ്റീവ് രൂപത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി ഉൾക്കൊള്ളൂ. നെഗറ്റീവായി തന്നെ ഉൾക്കൊള്ളരുത്, പോസിറ്റീവായി പരിവർത്തനപ്പെടുത്തി ഉൾക്കൊള്ളൂ. അപ്പോൾ പുതിയ നൂറ്റാണ്ടിൽ നവീനത വന്നു ചേരും. രണ്ടാമതായി എന്ത് കണ്ടു എന്ന് പറയട്ടെ അതോ കനത്ത ഡോസാണോ? ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഏത് വിധേനയും എനിക്ക് എന്നോടൊപ്പം പരംധാമത്തിൽ കൊണ്ടുപോവുക തന്നെ വേണം. അടിച്ചിട്ടായാലും സ്നേഹത്തോടെ ആയാലും കൊണ്ടുപോവുക തന്നെ വേണം. അജ്ഞാനികളെ അടിയിലൂടെയും കുട്ടികളായ താങ്കളെ സ്നേഹത്തിലൂടെയും. അതേപോലെ തന്നെ ബാബ്ദാദ ഇപ്പോഴും പറയുന്നു, ഏത് വിധേനയും ലോകത്തിനു മുന്നിൽ മഹാൻ ആത്മാക്കളെ ഫരിഷ്ത രൂപത്തിൽ പ്രത്യക്ഷമാക്കുക തന്നെ വേണം. അപ്പോൾ തയ്യാറാണല്ലോ? ബാബ്ദാദ കേൾപ്പിച്ചുവല്ലോ, ഏത് വിധേനയും ആക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ പുതിയ ലോകം എങ്ങനെ വരും? ശരി, രണ്ടാമത്തെ കാര്യം എന്താണ് കണ്ടത്? വർഷത്തിൻ്റെ അവസാനമാണല്ലോ. നോക്കൂ, ബാബ്ദാദ മെജോറിറ്റി എന്ന വാക്കാണ് പറയുന്നത്. സർവരും എന്ന് പറയുന്നില്ല, മെജോറിറ്റി എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ് കണ്ടത്? എന്തെന്നാൽ കാരണത്തിൻ്റെ നിവാരണം ചെയ്യുമ്പോഴാണ്
നവനിർമ്മാണം ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാരണമാണ് അലക്ഷ്യം ഭിന്ന ഭിന്ന രൂപത്തിൽ കണ്ടു. ചിലരിൽ വളരെ റോയൽ രൂപത്തിലും അലക്ഷ്യം കണ്ടു. ഒരു വാക്കാണ് അലക്ഷ്യത്തിൻ്റെ കാരണം. എല്ലാം നടക്കുന്നു. കാരണം സാകാരത്തിലാണെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ കർമ്മത്തെയും ആർക്കും കാണാൻ സാധിക്കില്ല. സാകാര ബ്രഹ്മാവിനും സാകാരത്തിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ അവ്യക്ത രൂപത്തിൽ അഥവാ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരുടെയും ഓരോ കർമ്മവും കാണാൻ സാധിക്കും. പരമാത്മാവിന് 1000 കണ്ണുകളുണ്ട്, 1,00,000 കണ്ണുകളുണ്ട്, 1,00,000 കാതുകളുണ്ട് എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നിരാകാരനും അവ്യക്ത ബ്രഹ്മാവും രണ്ടുപേരും ഒരുമിച്ച് കാണാൻ സാധിക്കും. ആര് എത്ര ഒളിപ്പിച്ചാലും ശരി, ഒളിപ്പിക്കുന്നതും റോയൽറ്റിയോടെയാണ്, സാധാരണമായി അല്ല. അലക്ഷ്യം ഒന്നാണ് സ്ഥൂല രൂപത്തിലുള്ളത്, ഇനിയൊന്നാണ് മഹീന രൂപത്തിലുള്ളത്. രണ്ടായാലും പറയുന്ന വാക്ക് ഒന്നു തന്നെയാണ്. എല്ലാം നടക്കുന്നു. എന്തുണ്ടാകുന്നു എന്ന് കണ്ടു? ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ പോകാം, പിന്നീട് നോക്കാം. ഇത് അലക്ഷ്യത്തിൻ്റെ സങ്കല്പമാണ്. ബാബ്ദാദയ്ക്ക് വേണമെങ്കിൽ എല്ലാവരെയും കേൾപ്പിക്കാനും സാധിക്കും. എന്നാൽ താങ്കൾ പറയാറുണ്ടല്ലോ, ഒരൽപ്പം മാനം കാക്കണം എന്ന്. അപ്പോൾ ബാബ്ദാദയും മാനം കാക്കുന്നു. എന്നാൽ ഈ അലക്ഷ്യത്തിന് പുരുഷാർത്ഥത്തെ തീവ്രമാക്കാൻ സാധിക്കില്ല. പാസ് വിത്ത് ഓണറാക്കി മാറ്റാൻ സാധിക്കില്ല. എല്ലാം നടക്കുന്നു എന്ന് സ്വയം ചിന്തിക്കുന്നുവല്ലോ. അപ്പോൾ റിസൾട്ടിലും നടന്നായിരിക്കും പോവുക, പറക്കുകയില്ല. അപ്പോൾ കേട്ടുപോ, ഏത് 2 കാര്യങ്ങളാണ് കണ്ടത്? പരിവർത്തനത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഓരോരുത്തരിലും പല പല രൂപങ്ങളിലുള്ള അലക്ഷ്യമുണ്ട്. അപ്പോൾ ബാബ്ദാദ ആ സമയത്ത് പുഞ്ചിരിക്കുന്നു. കുട്ടികൾ പറയുന്നു, നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ബാബ്ദാദയും പറയുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കൊള്ളൂ. അപ്പോൾ ഇന്ന് ഇതെന്തുകൊണ്ടാണ് കേൾപ്പിക്കുന്നത്? കാരണം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ബലപൂർവമായാലും താങ്കളെ ആക്കുക തന്നെ വേണം. താങ്കൾക്ക് ആകേണ്ടി തന്നെ വരും. ഇന്ന് അല്പം കർക്കശമായി കേൾപ്പിച്ചു. കാരണം താങ്കൾ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇത് ചെയ്യും എന്നെല്ലാം. പക്ഷേ കാരണത്തിൻ്റെ നിവാരണം ഉണ്ടായില്ലെങ്കിൽ ടെമ്പററി ആയി പോകും. പിന്നെ ഏതെങ്കിലും കാര്യം വരികയാണെങ്കിൽ പറയും, കാര്യമേ ഇങ്ങനെ ഉള്ളതായിരുന്നല്ലോ, കാരണമേ ഇങ്ങനെ ഉള്ളതായിരുന്നു, എൻ്റെ കണക്കുകളെ ഇങ്ങനെയാണ്, അതിനാൽ ആകേണ്ടി തന്നെ വരും. സമ്മതമാണല്ലോ. ടീച്ചേഴ്സിന് സമ്മതമാണോ? ഫോറിനേഴ്സിന് സമ്മതമാണോ? ബാബ്ദാദ പറയുന്നു, ആകേണ്ടി തന്നെ വരും. പിന്നെ പുതിയ നൂറ്റാണ്ടിൽ പറയും, ആയി കഴിഞ്ഞു. ഇങ്ങനെയാണല്ലോ. ഏറ്റവും കുറഞ്ഞ സമയം വേണം എടുക്കാൻ. എന്നാൽ ബാബ്ദാദ 1 വർഷം നൽകുകയാണ്. പിന്നെ സഹജമാണല്ലോ. ആരാം സേ കംഫർട്ടബിളായി ചെയ്യൂ. ആരാം എന്നതിൻ്റെ അർത്ഥമാണ് ആരാം, അതായത് ബാബയെ ഓർമ്മിച്ച് പിന്നെ ചെയ്യണം. ആ ഡൺലപ്പിൻ്റെ കംഫർട്ട് എടുക്കരുത്. ബാബ്ദാദയ്ക്ക് താങ്കളോട് കൂടുതൽ സ്നേഹമുണ്ടോ, അതോ താങ്കൾക്കാണോ ബാബയോട് കൂടുതൽ സ്നേഹം? ആരുടേതാണ്? ബാബയുടേതാണോ താങ്കളുടേതാണോ? ബാബയ്ക്ക് നിങ്ങൾ ഏവരിലും നിശ്ചയമുണ്ട്. നിങ്ങളെല്ലാ കുട്ടികളും സ്നേഹത്തിൻ്റെ റിട്ടേണായി അവ്യക്ത ബ്രഹ്മ ബാബയ്ക്ക് സമാനം തീർച്ചയായും ആകുമല്ലോ. ബാബ്ദാദ വിടുകയില്ല. സ്നേഹമുണ്ടല്ലോ. ആരോട് സ്നേഹമുണ്ടോ അവരുടെ കൂട്ട് ഉപേക്ഷിക്കാറില്ല. അപ്പോൾ ബ്രഹ്മ ബാബയ്ക്ക് താങ്കളോട് വളരെയധികം സ്നേഹമുണ്ട്. കാത്തിരിക്കുകയാണ്, എപ്പോൾ എൻ്റെ കുട്ടികൾ വരും. അപ്പോൾ സമാനം ആകുമല്ലോ. ബ്രഹ്മബാബയുടെ ഒരു ആത്മീയ സംഭാഷണം കേൾപ്പിക്കുകയാണ്. ബ്രഹ്മബാബ ശിവ് ബാബയോട് പറയുന്നു, അങ്ങ് കുട്ടികളെ കൊണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്യിക്കൂ. ഞാൻ എത്ര നാൾ കാത്തിരിക്കും? ഈ ഡേറ്റ് ഫിക്സ് ചെയ്യിക്കൂ. അപ്പോൾ ശിവ് ബാബ എന്തു പറയും? പുഞ്ചിരിക്കുന്നു. ബാബ്ദാദ പിന്നെ പറയുന്നു, കുട്ടികൾ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യും, ബാബ്ദാദ ചെയ്യുകയില്ല.
ബ്രഹ്മബാബ വളരെയധികം ഓർമ്മിക്കുന്നു. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്യുമോ? പുതുവർഷത്തിൽ ഈ സമാനമാകുന്നതിൻ്റെ ദൃഢസങ്കല്പമെടുക്കൂ. ലക്ഷ്യം വയ്ക്കൂ. നമുക്ക് ഫരിഷ്ത ആവുക തന്നെ വേണം. ഇപ്പോൾ പഴയ കാര്യങ്ങളെ സമാപ്തമാക്കൂ. തൻ്റെ അനാദിയും ആദിയുമായ സംസ്കാരങ്ങളെ എമർജ് ചെയ്യൂ. സ്മൃതിയിൽ വയ്ക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഞാൻ ബാബയ്ക്ക് സമാനം ഫരിഷ്തയാണ്. എനിക്ക് പഴയ സംസ്കാരങ്ങളുമായോ പഴയ കാര്യങ്ങളുമായോ ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? ഈ പരിവർത്തനത്തിൻ്റെ സങ്കല്പത്തിന് ജലം നൽകിക്കൊണ്ടിരിക്കണം. ഏതുപോലെ വിത്തിന് ജലവും വേണം, വെയിലും വേണം. അപ്പോഴാണ് ഫലം വരുന്നത്. അപ്പോൾ ഈ സങ്കല്പമാകുന്ന ബീജത്തിന് സ്മൃതിയുടെ ജലവും വെയിലും നൽകിക്കൊണ്ടിരിക്കണം. വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യൂ. ബാബ്ദാദയോടുള്ള എൻ്റെ വാഗ്ദാനം എന്താണ്? ശരി. 4 ഭാഗത്തുമുള്ള മഹാൻ ആത്മാക്കൾക്ക് സദാ പരിവർത്തന ശക്തിയെ ഓരോ സമയത്തും കാര്യത്തിൽ ഉപയോഗിക്കുന്നവർക്ക്, വിശ്വപരിവർത്തകരായ ആത്മാക്കൾക്ക് സദാ ദൃഢനിശ്ചയത്തിലൂടെ പ്രത്യക്ഷ സ്വരൂപം കാണിക്കുന്ന ബ്രാഹ്മൺ സോ ഫരിഷ്തയായ ആത്മാക്കൾക്ക് സദാ ഒരു ബാബ, രണ്ടാമതാരുമില്ല. ബാബയ്ക്ക് സമാനം ആകുന്നവർക്ക് ബാബ്ദാദയുടെ സ്നേഹത്തിൻ്റെ റിട്ടേൺ നൽകുന്ന മഹാവീരന്മാരായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് നവവർഷത്തിൻ്റെ, നവയുഗത്തിൻ്റെ, നവജീവിതത്തിൻ്റെ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഈ നവവർഷത്തിൽ ബ്രഹ്മബാബയിലൂടെ ഉച്ചരിക്കപ്പെട്ട മഹാവാക്യങ്ങൾ സദാ ഓർമ്മ വയ്ക്കണം. നിരാകാരി, നിരഹങ്കാരി, ഒപ്പം നവനിർമ്മാണധാരി. സദാ വിനയത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെ കർത്തവ്യത്തിൻ്റെയും ബാലൻസ് വെച്ചുകൊണ്ട് പറന്നുകൊണ്ടിരിക്കണം. ഈ വർഷം വിശേഷിച്ച് സ്വപരിവർത്തനത്തിൻ്റെ വിശേഷതയെ മുന്നിൽ വെച്ചുകൊണ്ട് പറക്കുകയും പറപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. സദാ ബ്രഹ്മബാബയെ ഓരോ ചുവടിലും ഫോളോ ഫാദർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. കോടി മടങ്ങ് ആശംസകൾ. ശരി. വരദാനം. സ്വചക്രത്തെ അറിഞ്ഞ് ജ്ഞാനി ആത്മാവാകുന്ന പ്രഭു പ്രിയരായി ഭവിക്കട്ടെ. ആത്മാവിന് ഈ സൃഷ്ടിചക്രത്തിൽ എന്തെല്ലാം പാർട്ടാണുള്ളത്? അതിനെ അറിയുക എന്നാൽ സ്വദർശന ചക്രധാരിയാവുക എന്നർത്ഥം. മുഴുവൻ ചക്രത്തിൻ്റെ ജ്ഞാനത്തെ ബുദ്ധിയിൽ യഥാർത്ഥ രീതിയിൽ ധാരണ ചെയ്യുന്നത് തന്നെയാണ് സ്വദർശന ചക്രം ചലിപ്പിക്കുക എന്നത്. സ്വചക്രത്തെ അറിയുക എന്നാൽ ജ്ഞാനി ആത്മാവാവുക എന്നർത്ഥം. ഇങ്ങനെയുള്ള ജ്ഞാനി ആത്മാവ് തന്നെയാണ് പ്രഭു പ്രിയം. അവരുടെ മുന്നിൽ മായയ്ക്ക് നിൽക്കുവാൻ സാധിക്കില്ല. ഈ സ്വദർശന ചക്രം തന്നെയാണ് ഭാവിയിൽ ചക്രവർത്തി രാജാവാക്കി മാറ്റുന്നത്. സ്ലോഗൻ. ഓരോ കുട്ടിയും ബാബയ്ക്ക് സമാനം പ്രത്യക്ഷ തെളിവാകണം. അപ്പോൾ പ്രജകൾ വേഗം തയ്യാറാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. എൻ്റെ ബാബ എന്ന സങ്കല്പത്തിൽ ശിവബാബയുടെ സമീപത്തായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയും പരമാത്മാ ജ്യോതിയുമായുള്ള ഈ മഹാമിലനത്തിലൂടെ ഞാൻ പരമാത്മാ സ്നേഹത്തിൽ ലൗലീൻ ആകുന്നു.
സർവ വരദാനങ്ങളും അടങ്ങിയ ഈ പരമാത്മാ സ്നേഹം എന്നെ എൻ്റെ സദോഗുണി സംസ്കാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നു. സമാന സ്വരൂപമാക്കി മാറ്റുന്നു. ശക്തിശാലി സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ വിരാജിക്കുന്നു. വിശ്വമാകെ ശക്തിശാലി തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നു.